അപ്പോഴേ ഒരു ദൈവത്തിൻ്റെ പാട്ട് പാടാമെന്ന് വെച്ച് രാവിലെ വന്നിട്ട്, രാവിലെ അല്ല അല്ലേ 12:15 അപ്പം ഞാൻ മോനെയൊക്കെ വിട്ട് ഇത്തിരി പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. രാവിലത്തെ കഴിപ്പാണ്. ഉച്ചയ്ക്കാണ് കഴിക്കൽ. ഉച്ചയ്ക്കത്തെ കഴിപ്പ് 4 മണി 5 മണിയാവുമെന്ന് കൂട്ടിക്കോ. എൻ്റെ സ്ഥിര പരിപാടിയായത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാനിങ്ങനെ ഉണങ്ങിയിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണോ കഴിക്കലെന്ന്. അങ്ങനെ അതല്ല, വന്നത് കഴിക്കാൻ മടിയാ, അതാണ് ആ ഒറ്റ കാരണം കൊണ്ടിട്ടാണ്. അപ്പോൾ ദേ പഴങ്കഞ്ഞി ചമ്മന്തിയുണ്ട്, പുളിങ്കറിയുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വന്നോളൂ കേട്ടോ, ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. എൻ്റെ കൂടെ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ. അപ്പോൾ എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വേവിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് നാളെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പം എനിക്കതൊരു മടി, എല്ലാത്തിനും മടിയാണ്, മടിച്ചിയാ. കഴിക്കലും മടി, ജോലിയിലും മടി, ഫുള്ള് മടി. എന്താ ചെയ്യാം? അപ്പം എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? രാവിലത്തെ അതെല്ലാവരും കഴിച്ചു കാണും. എൻ്റെ സ്വഭാവമുള്ളവർ മാത്രമേ ഉള്ളൂ കഴിക്കാത്തത്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടെ. തേങ്ങാ ചമ്മന്തി എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. തേങ്ങാപ്പീരേ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എന്നാലും ഇച്ചിരി കൊതിക്കൊന്ന് തൊട്ട് കഴിക്കാനെടുത്തു. പക്ഷെ പുളിങ്കറി ഇഷ്ടമാണ്. പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്. പുളിങ്കറി ഇഷ്ടമാണ്, ഉള്ളിത്തീയിൽ ഇഷ്ടമാണ്, സാമ്പാറിൻ്റെ ചാറ് ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ മത്തിക്കറി. മീനിലേക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മത്തിയ. മത്തി കറി വെച്ചതോ മത്തി വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് മതി, ചോറ് കഴിക്കും. മത്തി വറുത്തതിൻ്റെ മസാലയും മത്തിയും കൂടെ വറുത്തതായാലും അടിപൊളിയായിട്ട് ചോറ് കഴിക്കും. ഈ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു പറ ചോറ് കഴിക്കലൊന്നും ഇല്ല കേട്ടോ. ശകലം ചോറ് കഴിക്കും. ചോറൊന്നും ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഇവിടെ പൊതുവെ എല്ലാവർക്കും ചോറ് കുറച്ച് മതി. ഇവിടെ ആഹാരം അങ്ങനെ കഴിക്കൽ കുറവാണ്. അപ്പം എല്ലാവരും കഴിച്ചോ? അപ്പം ഞാൻ കഴിക്കട്ടെ. റേഷൻ കടയുടെ അരിയാണ്, നല്ല സൂപ്പർ അരിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കുടംപുളി കറി വെച്ചു. കുടംപുളി മീനകത്തിരുന്ന പുളിയില്ലേ, ഒരക്ഷയല്ല മക്കളെ. സൂപ്പർ സൂപ്പർ കറി, അടിപൊളി കറി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പഴയ അമ്മമാർക്കൊക്കെ അറിയാം കറി വയ്ക്കാൻ. കാരണം പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്ന കറിയത്. അതുകൊണ്ട് പണ്ടത്തെ അമ്മമാർക്ക് മൊത്തം അറിയാം കറി വയ്ക്കാൻ. ഞാൻ ഇടയ്ക്കൊക്കെ വയ്ക്കുന്ന കറിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. ഉപ്പ് വരിയും പുളിയും എല്ലാം ചേർന്നതിനകത്ത് വയറിന് നല്ലതാണ്. അപ്പം നിങ്ങളിരിക്കണേ, ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.